കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ പ്രതികളായ CPIM നേതാക്കൾ ഇന്ന് കോടതിയിൽ ഹാജരായേക്കും. കെ രാധാകൃഷ്ണൻ MP, SC മൊയ്തീൻ, MM വർഗീസ് അടക്കം 28 പ്രതികൾക്ക് കലൂർ PMLA കോടതി സമൻസ് നൽകിയിരുന്നു. വിശദാംശങ്ങൾ സജോ ദേവസ്യ നൽകും. സജോ, ഇന്നത്തെ നടപടിക്രമങ്ങൾ എന്താണ്? കോടതിയിൽ ഹാജരായി ജാമ്യം എടുക്കുന്നത് എന്നുള്ളതാണോ? ശ്രുതി ഷിഹാസ്, അതായത് കോടതിയിൽ ഹാജരായും ജാമ്യമെടുക്കുക എന്നതാണ് നടപടിക്രമം. വിചാരണ നേരിടാൻ നേരത്തെയും കോടതി നിർദ്ദേശിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഈ കേസിന്റെ ഒരു സവിശേഷത, കേസിലെ 68ാം പ്രതിയാണ് CPIM, അതായത് ഒരു സംഘടനയെയും പ്രതി ചേർക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നതാണ്. നേരത്തെ നടത്തിയൊരു കണ്ടെത്തൽ ഈ കരുവന്നൂർ തട്ടിപ്പിനെ കുറിച്ച് CPIM നേതാക്കൾക്ക് അറിവുണ്ടായിരുന്നുവെന്നും അങ്ങനെ ബിനാമി വായ്പകൾ അനുവദിച്ചതിന്റെ കമ്മീഷൻ പാർട്ടി അക്കൗണ്ടുകളിലേക്ക് എത്തി എന്നുമാണ് EDയുടെ കണ്ടെത്തൽ. ഇതിനെ രാഷ്ട്രീയ നീക്കം എന്ന നിലയ്ക്കൊക്കെ എല്ലാമുള്ള വിമർശനങ്ങൾ CPIMന്റെ ഭാഗത്തു നിന്ന് ഉണ്ട് എങ്കിൽ കൂടിയും അതൊരു പ്രധാനപ്പെട്ട കേസാണ്. അത് കരുവന്നൂർ തട്ടിപ്പ് അല്ലെങ്കിൽ കരുവന്നൂർ ഇടപാട് കേസ്, ആ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, അത് സ്വാഭാവികമായും രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ളതാണ്. CPIMനെ രാഷ്ട്രീയമായി ഏറെ മുറിവേൽപ്പിച്ച കേസ് കൂടിയാണ്. അതിലാണ് കെ രാധാകൃഷ്ണൻ, SC മൊയ്തീൻ, MM വർഗീസ് ഇങ്ങനെ CPIMന്റെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാക്കൾ കൂടി ഈ കേസിന്റെ ഭാഗമാകുന്നു. അവർക്ക് ജാമ്യം എടുക്കേണ്ടി വരുന്നു. വിചാരണ നടപടികളിലേക്ക് പിന്നീടാകും കടക്കുക. കലൂർ PMLA കോടതിയിലാണ് ഇന്ന് 10 മണിയോടുകൂടി അവർ ഹാജരാവുക. തുടർന്ന് സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്, അതിനപ്പുറത്തേക്കുള്ള പ്രത്യേകതകളൊന്നുമില്ല. പക്ഷെ അപ്പോഴും ആ കേസ് CPIMനെ അങ്ങനെ പിന്തുടരുന്നുണ്ട്, വേട്ടയാടുന്നുണ്ട് എന്നത് മറ്റൊരു വസ്തുത. അതായത് അതിന്റെ വിചാരണ നടപടികളിലേക്ക് വൈകാതെ കടക്കുകയും ചെയ്യും. അതിനിടെയുള്ള ഒരു സ്വാഭാവിക നടപടിക്രമം എന്ന നിലയ്ക്ക് കേസിൽ പാർട്ടിയെയും പ്രതി ചേർത്ത സാഹചര്യം അടക്കമുള്ളതുകൊണ്ട് പാർട്ടിയും അതുകൂടാതെ സ്ഥാപനങ്ങളും എന്ന നിലയ്ക്കാണ് പ്രതിപട്ടികയുള്ളത്. നേതാക്കൾ ഹാജരായി ജാമ്യമെടുക്കും. ഓക്കെ, വ്യക്തമാണ്. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിലാണ് പ്രതികളായ CPIM നേതാക്കൾ ഇന്ന് കോടതിയിൽ ഹാജരാകുക. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് നമ്മൾ പെട്ടെന്നെത്തും, ഇടവേളയ്ക്ക് ശേഷം.